ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ഐസ്ക്രീം ആയിട്ടാണ്. എന്നോട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു ഐസ്ക്രീമാണിത്. എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു, ഇന്ന് നമ്മൾ ഫ്രഷ് ക്രീം യൂസ് ചെയ്യാതെ കണ്ടൻസ്ഡ് മിൽക്ക്, മുട്ട, ഐസ്ക്രീം പൗഡർ, അതുപോലെ കസ്റ്റർഡ് പൗഡർ ഒന്നും യൂസ് ചെയ്യാതെ എങ്ങനെയാണ് ഈസി ആയിട്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റുകയെന്ന്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഈ കാണുന്നത്. അതുമാത്രമല്ല, ഈ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ടത്തെ ജോയ് ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോഴത്തെ ജോയ് ഐസ്ക്രീമിന് ആ ഒരു ടേസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പണ്ടൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദും ഒരു മധുരമൊക്കെ അല്ല, ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ അരിഞ്ഞു പോകുന്ന തരത്തിലുള്ളൊരു ഐസ്ക്രീം ആയിരുന്നു അത്. അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മെഷറിംഗ് കപ്പിനകത്ത് 1/2 ലിറ്ററോളം ഉള്ള പാലെടുത്തിട്ടുണ്ട്. പാലെടുക്കുമ്പോൾ എപ്പോഴും ഫുൾ ഫാറ്റ് ആയിട്ടുള്ള മിൽക്ക് എടുക്കാൻ നോക്കുക, അതാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ട് ഈ ബൗളിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാലിൽ നിന്ന് ഒരു 5-6 ടേബിൾ സ്പൂണോളമുള്ള പാലൊന്ന് മാറ്റിയെടുത്തിട്ട് ഇതിനകത്തോട്ട് ഞാനൊരു കാര്യം ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് പറയാം. അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. കോൺഫ്ലവർ എന്നാണ് പറയുക. കോൺഫ്ലവർ ചോളത്തിൻ്റെ പൊടിയാണ്. അത് എല്ലാ ബേക്കറിയിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു കോൺഫ്ലവർ ഞാൻ 2 ടേബിൾ സ്പൂണോളം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാലിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്പൂൺ വെച്ച് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഇത് അലിഞ്ഞ് വരാനായിട്ട് ഈ പൗഡർ പെട്ടെന്നൊന്നും അലിയത്തില്ല. അത് ഇച്ചിരി കട്ട പിടിച്ച് വളരെ പതുക്കെ അലിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്പൂൺ വെച്ച് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്കിതിങ്ങനെ നല്ല എല്ലാം മിക്സായി നല്ല പാല് പരുവത്തിന് നമുക്ക് കിട്ടണം കേട്ടോ. അത്ര ഒരു കട്ട പോലും കിടക്കാൻ പാടില്ല. പിന്നെ പാല് ഞാൻ എടുത്തിരിക്കുന്നത് തിളപ്പിക്കാത്ത പാലാണ്. കാരണം നമ്മളിനി ഇത് തിളപ്പിക്കാൻ പോകുന്നുണ്ട് പാല്. അപ്പോൾ അതുകൊണ്ട് തിളച്ച പാൽ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിത് ഈ സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കോൺഫ്ലവർ ഈ പാലിനകത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു തരി പോലും കട്ട പാടില്ല കേട്ടോ. അപ്പോൾ അത്രയും ആ ഒരു കണക്കിന് നമ്മളൊന്ന് സ്പൂണിൽ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നമ്മുടെ പാല് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ ബാക്കിയുള്ള പാലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഈ പാല് ചെറുതായി പെട്ടെന്ന് തന്നെ ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. നമുക്ക് തിളപ്പിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് അതിൻ്റെ അരുവത്തൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തിളയ്ക്കുന്ന ആ ഒരു അവസ്ഥ എത്തിയപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫ്ലെയിം ഒന്ന് മീഡിയം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കോൺഫ്ലവർ കലക്കി വെച്ച പാല് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കണം. കാരണം ഈ കോൺഫ്ലവർ ഇതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കട്ടയാവാൻ തുടങ്ങും. നമുക്കറിയാമല്ലോ ഐസ്ക്രീമിൻ്റെ നമ്മളിങ്ങനെ ഓരോ കറികൾക്കൊക്കെ നമ്മൾ കോൺഫ്ലവർ ചേർക്കാറില്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ തിക്കാവില്ലേ, അതേപോലെ തന്നെ ഈ പാലും പെട്ടെന്ന് തന്നെ തിക്കായി മാറും. അപ്പോൾ അതുകൊണ്ട് കൈവിടാതെ തന്നെ നമുക്കിത് ഇളക്കാം. ഇളക്കിയിട്ട് നമുക്കിതൊരു കുറുകുന്ന ഒരു കൺസിസ്റ്റൻസി വരും. അത് ഞാൻ കാണിക്കാം. ആ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ കാണാം പെട്ടെന്ന് തന്നെ ഇത് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കട്ട പിടിക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിങ്ങനെ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഞാനിവിടെ 1 മിനിറ്റോളൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പോളം ഉള്ള പഞ്ചസാര, നമ്മുടെ മുഴുവൻ പഞ്ചസാരയാണ്, പൊടിച്ച പഞ്ചസാരയൊന്നുമല്ല, പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, മധുരത്തിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി പഞ്ചസാര ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇവിടെ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക്, അതാണെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ പക്ഷേ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നല്ല തിക്കായിട്ട് വരുന്നത് വരെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കൂട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇതായോ എന്ന് അറിയാനായിട്ട് ഞാൻ ഇതുപോലെ വിരൽ വെച്ചിട്ട് ഒരു വര വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ആ ഒരു 2 സൈഡുകളിലുള്ള ഐസ്ക്രീമിൻ്റെ ആ ഒരു മിക്സ്ചർ അത് ഒഴുകാതെ പോവാതെ ഇതുപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആണെന്നാണ് അർത്ഥം. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാനിതൊന്ന് ഇനി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെളിച്ചത്തിൽ കാണിച്ചു തരാം ഇതിനൊരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയില്ലേ, അത്രയും ആ കട്ടിയല്ല, അതിനേക്കാളും ഇച്ചിരി ഒന്ന് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വരിക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐസ്ക്രീമിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാറുന്ന നേരം കൊണ്ട് നമുക്കൊരു സ്ട്രോബെറിയുടെ ഒരു സിറപ്പ് ഉണ്ടാക്കണം. ഞാനിവിടെ കുഞ്ഞുങ്ങൾക്ക് സ്ട്രോബെറി പ്ലസ് വനില ഐസ്ക്രീം, അത് രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ജാം മാത്രം മതി. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം, ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ആദ്യം ഒരു 4 ടേബിൾ സ്പൂണോളം ഉള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് 4 ടേബിൾ സ്പൂണാണ്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഉള്ള സ്ട്രോബെറി ജാം, അതിപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ജാം
ജാമാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഏത് ഫ്ലേവറുള്ള ഐസ്ക്രീം കഴിക്കാനാണോ ഇഷ്ടം, അതനുസരിച്ച് നമുക്ക് ഇതൊക്കെ ഒന്ന് ജാമൊക്കെ മാറ്റിയെടുക്കാം. ഇപ്പം പൈനാപ്പിൾ ജാം ഉണ്ട്, ആപ്പിൾ ജാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ഉള്ള സ്ട്രോബെറി ജാമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ നല്ലൊരു സ്ട്രോബെറി സിറപ്പ് ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ വീട്ടിലുള്ള ജാം വെച്ചിട്ട്. അപ്പോൾ അതിന് 2 ടേബിൾ സ്പൂണോളം ഉള്ള ജാമും അതുപോലെ 4 ടേബിൾ സ്പൂണോളം ഉള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതിനകത്തുള്ള ആ ഒരു ജെല്ലായിട്ട് കിടക്കുന്ന നമ്മുടെ സ്ട്രോബെറി ജാം ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെള്ളത്തിൽ അലിഞ്ഞ് നല്ല സിറപ്പ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 2 മിനിറ്റോളം നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. എന്നാലാണ് നല്ല തിക്കായിട്ട് വരിക. പിന്നെ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ യൂസ് ചെയ്യരുത്, കാരണം അപ്പോഴും ഇതൊരു വെള്ളം കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുക. നമുക്ക് കുറച്ച് തിക്കായിട്ട് വേണ്ടേ. അപ്പോൾ അതിനത് ചൂടാറിയതിന് ശേഷം മാത്രമേ സിറപ്പ് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇതൊരു ടിപ്പാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി സ്ട്രോബെറി ജാം കഴിക്കണമെന്ന് തോന്നുമ്പോൾ പോയി സ്ട്രോബെറി മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ജാം വെച്ചിട്ട് നമ്മുടെ ഐസ്ക്രീം നല്ല സൂപ്പർ ഡിലീഷ്യസ് ആക്കാൻ പറ്റും. അപ്പോൾ അത് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടുക. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു പാത്രത്തിനകത്തോട്ട് ഞാനിതൊന്ന് മാറ്റി ഒഴിക്കുകയാണ്. ഇനി ഇത് ചൂടാറട്ടെ. ഇതിപ്പോൾ ഇച്ചിരി ഒരു തിക്നെസ് ഒക്കെ ഉണ്ട്, കണ്ടോ. ഇത് നമ്മൾ തനി വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത്. പക്ഷേ ഇത് നമ്മളിനി കുറച്ച് നേരം ഇത് ചൂടൊക്കെ ആറി കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഇതിവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഈ ഒരു മിക്സ്ചർ നല്ലതുപോലെ ചൂടക്കാറി, കണ്ടോ, പാടൊക്കെ ഇങ്ങനെ കെട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നല്ല തിക്കായിട്ട് വന്നതും പിന്നെ ഈ കോൺഫ്ലവറും കൂടെ ചേർത്തത് കൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ മിക്സിയിൽ നമുക്കിതൊന്ന് 1 മിനിറ്റോളം നല്ലതുപോലെ അടിച്ചെടുക്കണം. 1 മിനിറ്റ് തന്നെ വേണം എന്നില്ല. ഞാൻ പിന്നെ എന്തെങ്കിലും കട്ടയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതുപോലെ ഒന്ന് പൊക്കോട്ടേന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഇത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ മിക്സിയിൽ ഒരു 1 മിനിറ്റിന് താഴെ, അത്രയൊന്നും എടുത്തില്ല, 1 മിനിറ്റിന് താഴെ എടുത്തുള്ളൂ കേട്ടോ. അതിനുള്ളിൽ ഇത് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വെനില ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം വെനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒന്നും കൂടെ ആ എസൻസ് ഒക്കെ നല്ലതുപോലെ ഒന്ന് അടിച്ച് മിക്സായി വരുന്നത് വരെ ഒരു 30 സെക്കൻഡും കൂടെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പഞ്ചസാര നമ്മൾ ആദ്യം ചേർത്തത് ഇച്ചിരി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മിക്സിയിൽ ഇതിനോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഒന്ന് പൊടിച്ച പഞ്ചസാര ഇട്ടെന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അത് പഞ്ചസാര ഇട്ടത് കുറഞ്ഞു പോയി എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി ഈ അടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു മിക്സ് നമ്മളൊരു ഐസ്ക്രീമിൻ്റെ ഒരു പാത്രത്തിനകത്തോട്ട്, അല്ലെങ്കിൽ നമ്മൾ ഏത് കണ്ടെയ്നറിനകത്താണോ വെക്കുന്നത് ആ കണ്ടെയ്നറിനകത്ത് ഇതൊന്ന് ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിതൊരു 2 മണിക്കൂറോളം നമ്മളിതൊന്ന് ഫ്രീസറിനകത്ത് ഫ്രീസ് ചെയ്തെടുക്കുവാണ്. ഇത് ഒത്തിരി അങ്ങ് കട്ട പോലെ ആവണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കട്ട പിടിച്ചൊന്ന് കിട്ടിയാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഇതുപോലെ ഒരു ഫിലിം പേപ്പർ വെച്ചിട്ട് ഞാനൊന്ന് മൂടി കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഐസുകളുടെ തരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഐസ്ക്രീമിനകത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഐസ്ക്രീം ഒത്തിരി വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊരു ഫിലിം പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെ അടപ്പ് വെച്ചിട്ട് മൂടി വെക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു 2 മണിക്കൂർ മാത്രം ഫ്രീസറിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ ഇത് മിക്സിയിൽ അടിക്കണം, നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഫ്രീസറിനകത്ത് വെച്ചിട്ട് വരാം. അപ്പോൾ ഇവിടെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കാൻ പോവാണ്. നമുക്ക് 2 മണിക്കൂറിന് മേലൊന്നും വെച്ചുകൂടാ കേട്ടോ. നമുക്ക് ഒത്തിരി നമ്മൾ ഐസ്ക്രീം കഴിക്കുന്നത് പോലെ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നൊക്കെ ഒന്ന് ഐസ് പിടിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മൾ ഫിലിം പേപ്പർ ഇട്ടതുകൊണ്ട് അതിൻ്റെ മേലെ ഇച്ചിരി ഐസൊക്കെ വീണ് കിടക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ഫിലിം പേപ്പർ വെച്ചില്ലായിരുന്നെങ്കിൽ ആ ഐസെല്ലാം നമ്മുടെ ഈ ഐസ്ക്രീമിനകത്ത് വീണ് പോയേനെ. അപ്പോൾ അതുകൊണ്ടാണ് ഫിലിം പേപ്പർ വെച്ചത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡുകളിലൊക്കെ നോക്കിക്കേ, ചെറുതായിട്ട് ഐസൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനി മിക്സിയിൽ ഒരു 30 സെക്കൻഡോളം ഒന്ന് അടിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ ഒരു വെനില ഫ്ലേവർ ആയിട്ടുള്ള ഐസ്ക്രീം മാത്രമല്ല ഉണ്ടാക്കുന്നത്, വെനിലയും സ്ട്രോബെറിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലേവറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ നോക്കിക്കേ, കണ്ടോ, നമ്മുടെ ഇതൊരു ഐസ്ക്രീമിൻ്റെ പോലെ ഒരു ക്രീം കൺസിസ്റ്റൻസിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മിക്സിക്കകത്തിട്ട് നമ്മൾ നേരത്തെ അടിച്ചെടുത്തതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെനില എസൻസിന്
ഇതുപോലെ നമ്മളിത് ഫുള്ളും ഒന്നും കൂടെ ഒരു 30 സെക്കൻഡോളം അടിച്ചെടുത്തിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് ഫ്രീസ് ചെയ്ത് നമുക്ക് ഒരു 7-8 മണിക്കൂറോളം അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ നമുക്ക് ഫ്രീസ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ വാനില ഐസ്ക്രീം റെഡിയാണ്. ഞാനിന്ന് ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. 2 ഫ്ലേവറും കൂടെ നമ്മൾ ഒരെണ്ണത്തിൽ മിക്സ് ചെയ്തിട്ടാണ്, ഒരൊറ്റ ഐസ്ക്രീമിൽ നമ്മൾ 2 ഫ്ലേവറായിട്ട് കഴിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും ഞാൻ മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. 30 സെക്കൻഡ് മാത്രം അടിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ 30 സെക്കൻഡോളം ഞാനൊന്ന് കറക്കിയെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അത് ഇരിക്കുക. അത് കുറച്ച് വെള്ളം പോലെ തന്നെയാണ് ഇരിക്കുക കേട്ടോ, നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കേണ്ട. ഇനി നമ്മളിത് ഇതിനി വേറെ അടിക്കുകയോ പിടിക്കുകയോ ഒന്നും വേണ്ട. ഇനി നമ്മൾ നമ്മുടെ ഏത് കണ്ടെയ്നറിലാണ് വെക്കുന്നത്, ഞാൻ ആ സെയിം കണ്ടെയ്നറിലാണ് വെച്ചത്. അതിനകത്തോട്ട് ഇത് മുഴുവനൊന്ന് ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു ഫിലിം പേപ്പർ വെച്ച് നമുക്ക് മൂടിയിട്ട് അടച്ച് നമുക്ക് ഫ്രീസറിനകത്ത് ഒരു 7-8 മണിക്കൂറോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രീസറിൻ്റെ ആ ഒരു കപ്പാസിറ്റി അനുസരിച്ച് എത്ര നേരം ഓരോ ഫ്രീസറിന് അനുസരിച്ച് അത് മാറും. 7-8 മണിക്കൂർ മിനിമമെങ്കിലും നമ്മൾ വെക്കണം എന്നാണ്. എന്നാലാണ് നമുക്ക് ഐസ്ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വെക്കാം. ഇത് വെനില ഐസ്ക്രീം ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വെനില ഐസ്ക്രീം അല്ല. അപ്പം ഞാനൊരു മിക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാനിത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെനില ഐസ്ക്രീം ഇങ്ങനെ അടച്ച് ഇതുപോലെ അങ്ങ് ആക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വെനില ഐസ്ക്രീം ഇവിടെ റെഡിയാണ്. ഇതാണ് ആ സംഭവം. പക്ഷേ ഞാനത് വീണ്ടും ഇതൊന്ന് തുറന്ന് എങ്ങനെയാണ് അത് മിക്സാക്കി ചെയ്യുന്നത്. നമ്മളൊരു സിറപ്പ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിറപ്പ് നല്ലതുപോലെയൊക്കെ ചൂടൊക്കെ ആറി നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്കത് മിക്സാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വെനില ഐസ്ക്രീം, ഈ ഒരു വെനിലയുടെ ഒരു ഫ്ലേവർ ഇങ്ങനെ തന്നെ ഈ ഒരു പാത്രത്തിനകത്തോട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക്. ഇനി നമ്മൾ മിക്സിയിൽ ഞാൻ ഇതിൻ്റെ ഒരു കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിക്കകത്ത്. ഈ മുഴുവനായിട്ടും ഞാൻ ഈ ഒരു പാത്രത്തിൽ ഒഴിക്കാതെ മിക്സിയിൽ കുറച്ച് മാറ്റി വെച്ചതിനകത്തോട്ട് നമ്മുടെ സ്ട്രോബെറി സിറപ്പാണ്, 2 ടേബിൾ സ്പൂണോളം ഉള്ള നമ്മുടെ ജാമാണിത്. കണ്ടോ, ഈ ജാമിൻ്റെ തിക്ക് കണ്ടോ, ഇപ്പോൾ അത് നല്ലതുപോലെ ഒരു സിറപ്പ് പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു സ്ട്രോബെറിയുടെ സിറപ്പ് നമ്മൾ ഈ ഒരു ഇച്ചിരി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വെനില ഫ്ലേവർ ആയിട്ടുള്ള ഐസ്ക്രീമിൻ്റെ ആ ഒരു കൂട്ടിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 10-15 സെക്കൻഡോളം ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സി ഒന്ന് തുറന്ന് നോക്കുകയാണ്. നല്ലതുപോലെ നല്ലതുപോലെ ഈ സ്ട്രോബെറി സിറപ്പൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പിങ്ക് കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ കൂട്ട് ഇവിടെ റെഡിയാണ്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, നമുക്ക് സ്ട്രോബെറി ജാം നേരെ ഇട്ടുകൂടെ, നേരെ മിക്സിയിലിട്ട് അടിച്ചുകൂടെ എന്ന്. അങ്ങനെ അടിക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ജെല്ലി പോലെ അങ്ങ് കെടുക്കും. അതങ്ങനെ മൊത്തത്തിൽ അടിഞ്ഞു വരത്തില്ല. ഇതേപോലെ നല്ല സിറപ്പ് പോലെ ഒഴിച്ചെങ്കിൽ മാത്രമേ നല്ല സ്മൂത്തായിട്ട് വരത്തുള്ളൂ കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു സ്ട്രോബെറിയുടെ ആ ഒരു ഐസ്ക്രീമിൻ്റെ മിക്സ് നമ്മളിതുപോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്കിത് ഇനി ഇത് സെറ്റായി കഴിഞ്ഞ് വരുമ്പം നല്ല രസമായിരിക്കും. നമ്മളതങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 2 കളറായിട്ട് കിട്ടും. അത് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇതൊരു നിർബന്ധമൊന്നുമില്ല, ഇത് വളരെ ഓപ്ഷണലാണ്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഈ 2 ഫ്ലേവറും ഒരുപോലെ വരുന്നത് ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓർത്തത് നിങ്ങളായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. ഇനി ഇതിൻ്റെ മേലൊരു ഫിലിം പേപ്പർ ഇട്ട് നല്ലതുപോലെ ടൈറ്റാക്കി നമ്മളൊരു പാത്രം ഇതിൻ്റെ അടപ്പ് വെച്ച് നല്ലതുപോലെ അടച്ച് നമ്മളിത് ഫ്രീസറിനകത്തോട്ട് വെക്കുകയാണ്. ഞാനൊരു 7-8 മണിക്കൂർ കഴിയുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു രാത്രി മുഴുവൻ ഇത് ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഐസ്ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഹോം മെയ്ഡ് ഐസ്ക്രീമാണ്. ഇതിനകത്ത് നമ്മൾ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ മുട്ടയോ അല്ലെങ്കിൽ ഐസ്ക്രീം പൗഡറോ കസ്റ്റർഡ് പൗഡറോ ഇതൊന്നും ചേർക്കാതെയുള്ള ഐസ്ക്രീമാണിത്. ഇത് വളരെ സ്വാദായിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ കോൺഫ്ലവർ ഉണ്ടാവും. ഇനിയിപ്പോൾ കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് മൈദ ആണെങ്കിലും യൂസ് ചെയ്യാം. രണ്ടും ഒരേ എഫക്റ്റാണ് തരിക, കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ കേട്ടോ. ഇനി ഞാൻ ഇത് സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്കൂപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാനതൊന്ന് പച്ചവെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് പോരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് പച്ചവെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് സ്കൂപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ബൗളിനകത്തോട്ടിട്ട് കാണിച്ചു തരാം. നമ്മുടെ വനില സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ആ ഒരു ആദ്യത്തെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു പണി ഇതിനകത്തില്ല. നല്ല സ്വാദാണ്. കുഞ്ഞുങ്ങളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കും. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് പുറത്ത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കൂടി വന്ന 2-3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും.
ഈ ഒരു റെസിപ്പി എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു. എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു ഫ്രഷ് ക്രീം യൂസ് ചെയ്യാതെ, അതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യാതെ, മുട്ട ഉപയോഗിക്കാതെ, ഐസ്ക്രീം പൗഡർ ഉപയോഗിക്കാതെ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.